അഹമ്മദാബാദിൽ 56 പേരെ കൊലപ്പെടുത്തിയ സീരിയൽ ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ട ഭീകരന്മാരിൽ 3 പേർ മലയാളികളാണ്. അവർക്ക് വധശിക്ഷയാണ്. 4-മന് ജീവപര്യന്തം തടവാണ് വിധിച്ചത് ഗുജറാത്ത് ഹൈക്കോടതി എന്നത് ഇന്നലെ ഇന്ത്യ ലൈവ് മലയാളത്തിൽ ആദ്യമായി ബ്രേക്ക് ചെയ്ത വാർത്തയാണ്. മലയാളത്തിലെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളെല്ലാം അത് മുക്കി. ഇന്ന് ഈ വാർത്ത ലോകത്തെ അറിയിക്കാതെ മറച്ചു വെക്കാൻ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് പറയുന്നവർക്ക് കഴിയാത്ത സാഹചര്യം രാജ്യത്ത് സോഷ്യൽ മീഡിയയും ഓൺലൈൻ മാധ്യമങ്ങളും ഉള്ളതുകൊണ്ട് മാത്രം ഇന്ന് പത്രങ്ങൾക്ക് ചെറിയ തോതിൽ എങ്കിലും ഈ വാർത്ത കാരി ചെയ്യേണ്ടി വന്നിരിക്കുന്നു. പക്ഷേ അവർ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയിട്ടില്ല. മലയാളികളായ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 3 ചെറുപ്പക്കാരുടെ വിശദാംശങ്ങൾ, ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ചെറുപ്പക്കാരൻ്റെ വിശദാംശങ്ങൾ, ഇവർ എന്തു ചെയ്തു എന്ന വിവരങ്ങൾ, ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങളിലില്ല. സത്യത്തിൽ 2008 ജൂലൈ 26 വൈകുന്നേരം 6:45 മണിക്ക് അഹമ്മദാബാദിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ആശുപത്രികളിൽ, തെരുവുകളിൽ, ബസ്സുകളിൽ, സൈക്കിളുകളിൽ എന്ന് വേണ്ട 200 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും 56 പേർ ചിതറിത്തെറിച്ച് മാംസകഷ്ണങ്ങളായി മാറുകയും ചെയ്ത കേസിൻ്റെ ആസൂത്രണം നടന്നത്, പ്രിയപ്പെട്ടവരെ, കേരളത്തിലാണ്. ഗുജറാത്ത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് AE ഗോഗ്ജയും സാമിർ ദാവയും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ഏതാണ്ട് 7000-ഓളം പേജുകൾ വരുന്ന വിധിന്യായത്തിൽ വളരെ കൃത്യമായി പറയുന്നു, 2007 ഡിസംബർ 10 മുതൽ 12 വരെ വാഗമണ്ണിലെ തങ്ങൾപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന സിമിയുടെ ട്രെയിനിങ് ക്യാമ്പിൽ വെച്ചാണ് അഹമ്മദാബാദ് സ്ഫോടനത്തിനുള്ള തീരുമാനം എടുക്കുന്നത്. ആ ക്യാമ്പിൽ ആയുധ പരിശീലനം, സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ജിഹാദി ആശയങ്ങളുടെ പ്രചാരണം എന്നിവയ്ക്ക് കൂടാതെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സ്ഫോടനങ്ങൾ നടത്താനും തീരുമാനമെടുത്തു എന്ന് കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നു. ഇനി നമുക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഷിബിലി കരീം ഈരാറ്റുപേട്ട PDക്കൽ വീട്ടിലെ ആളാണ്. അബ്ദുൽ കരീം എന്ന മറ്റാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര്. ഷാദുലി കരീം സഹോദരനാണ് PS അബ്ദുൽ കരീമിൻ്റെ മകൻ. അബ്ദുൽ കരീം റിട്ടയർഡ് അധ്യാപകനാണ്. ഈ ഈരാറ്റുപേട്ട ഷിബിലി എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ കമ്പ്യൂട്ടർ ഡിപ്ലോമ ഉള്ള ആളാണ്. ഷാദുലി ആവട്ടെ അടൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ BTech നേടിയ ആളാണ്. അപ്പോൾ വിദ്യാഭ്യാസം നേടിയ ആളുകൾ ഭീകരപ്രവർത്തനം ഒന്നും ചെയ്യത്തില്ല. അവർ എന്നൊരു തിയറി ഉണ്ട്. അവർ വലിയ നന്നായി ബിഹേവ് ചെയ്യുന്നവരാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. നമ്മൾ ഈ പഴയ സിനിമയുണ്ടല്ലോ, മോഹൻലാലിൻ്റെ ഷാജി കൈലാസ് സിനിമ ബാബ കല്യാണിയിൽ പഴനിയിൽ ബോംബ് സ്ഫോടനം നടത്താൻ പോകുന്ന ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രം ഒരു എഞ്ചിനീയറാണ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറോ മറ്റോ ആണ്. അപ്പോൾ കഥയല്ല, കാര്യമാണ്. ഈരാറ്റുപേട്ടയിലാണ്. ഈരാറ്റുപേട്ട എന്ന് മിണ്ടിപ്പോരുത് എന്ന് പറയുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈരാറ്റുപേട്ടയിൽ രാജ്യത്ത് ബോംബ് സ്ഫോടനം നടത്തി നിരപരാധികളെ കൊന്ന കേസിലെ പ്രതികളായ ഭീകരന്മാരുണ്ട്. ഇനി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട 3-മൻ T ഷറഫുദ്ദീൻ പെരുവള്ളൂർ തിരുവാങ്കല്ല് എടപ്പന്ന സ്വദേശിയാണ്. അദ്ദേഹത്തിനാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്ന 3-മത്തെ ആൾ. 4-മൻ ജീവപര്യന്തം തടവ് കിട്ടിയിരിക്കുന്ന ആള് മുഹമ്മദ് അൻസാർ എന്ന് പറയുന്ന ആലുവ സ്വദേശിയാണ്. ഇവരെല്ലാം സിമിയുടെ ക്യാമ്പിൽ പങ്കെടുത്തവരാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മാധ്യമങ്ങൾ മറച്ചു വെച്ചു. സിമിയുടെ നേതാവ് ജനറൽ സെക്രട്ടറി ആയിരുന്നു സഫ്തർ നഗോരി. ചെറിയ പുള്ളിയൊന്നുമല്ല. അയാൾ മാധ്യമ പ്രവർത്തനത്തിൽ, ജേർണലിസത്തിൽ ബിരുദം നേടിയ, ഉജ്ജയിനിലെ വിക്രം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടിയിട്ടുള്ള ആളാണ്. MA പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്. ഇൻഡോറിലെ ആയുധക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ആളാണ്. ഈ സഫ്തർ നഗോരി ഈ കേസിൽ പ്രതിയാണ്. സഫ്തർ നഗോരിക്കും സിമി എന്ന് പറയുന്ന സ്റ്റുഡൻറ്റ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സഫ്തർ നഗോരിക്കും വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. കോടതി ഇന്നലെ സഫ്തർ നഗോരിക്ക് വധശിക്ഷ പ്രഖ്യാപിച്ചപ്പോൾ നഗോരി പ്രതികരിച്ചത് ഇംഗ്ലീഷ് പത്രങ്ങളിൽ വാർത്തയായിട്ട് വന്നിട്ടുണ്ട്. നഗോരി പറഞ്ഞു, ഭരണഘടന എനിക്കൊന്നുമല്ല, എന്നെ സംബന്ധിച്ച് ഭരണഘടന
നിരർത്ഥകമാണ്. ഇന്ത്യയുടെ ഭരണഘടന അതനുസരിച്ചല്ലേ നിങ്ങൾ ശിക്ഷാവിധി നടപ്പാക്കുന്നത്. എന്നെ സംബന്ധിച്ച് ഖുറാൻ മാത്രമാണ് ഏറ്റവും വലുത്. നോക്കൂ, ഖുറാൻ മാത്രമാണ് ഏറ്റവും വലുതെന്ന് അദ്ദേഹം പറയുന്നു. ഭരണഘടന എനിക്കൊന്നും അല്ല എന്ന് പറയുന്നു. ഭരണഘടനയാണ് ഇന്ത്യയിൽ മറ്റു പൗരന്മാർക്ക് ജീവിക്കാനുള്ള അവകാശം ഉറപ്പാക്കുന്നത്. അത് എനിക്ക് പ്രശ്നമേ ഇല്ല. അത് അംഗീകരിക്കുന്ന ഭരണഘടന എനിക്ക് പ്രശ്നമല്ല. കാഫിറുകൾക്ക് മരണം സമ്മാനിക്കണം എന്ന് പറയുന്ന ആശയം അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടി എന്നത് വ്യക്തം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഈ നഗോറിയെക്കുറിച്ച് പറയുമ്പോൾ, നഗോറി മധ്യപ്രദേശ് സ്വദേശിയാണ്. 1969 ബഹിത്പൂർ എന്ന് പറയുന്ന ഉജ്ജയിനിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച ആളാണ്. അച്ഛൻ, അതാണ് ഏറ്റവും രസകരമായ കാര്യം, ഈ നഗോറിയുടെ അച്ഛൻ ഗഹിരുദ്ദീൻ നഗോറി പോലീസിൽ ASI ആയിരുന്നു. എങ്ങനെയുണ്ട്? ചെറിയ പുള്ളിയൊന്നുമല്ല, ASIയുടെ മകനാണ്. മറ്റേ നമ്മുടെ മലയാളികൾ രണ്ടുപേര് അധ്യാപകൻ്റെ മക്കളാണ്. ഒരാൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ, ഒരാൾക്ക് BTech. ഇവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ജേർണലിസം. എങ്ങനെയുണ്ട്? ചെറിയ കളിയൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഈ കോടതി ഇത് പരിശോധിച്ചിട്ട് പറഞ്ഞു, നേരത്തെ പറഞ്ഞ ഈ ഷറഫുദ്ദീൻ ഉണ്ടല്ലോ, ET ഷറഫുദ്ദീൻ, അയാൾ ഒരു ബോംബ് വിദഗ്ധനാണ്. അയാളുടെ സഹോദരനോ മറ്റാണ് ET സൈനുദ്ദീനും ഇതുപോലെ ഈ ബോംബ് നിർമ്മാണത്തിൽ എക്സ്പേർട്ടാണെന്ന് പോലീസിൻ്റെ റിപ്പോർട്ടിലുണ്ടായിരുന്നു. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ സിമി നിരോധിക്കപ്പെടുന്നത്. ഞാനൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ സിമിയുടെ പേരിലുള്ള ചുവരെഴുത്തുകൾ ഉണ്ടായിരുന്നു. ആ ചുവരെഴുത്ത് പറയുന്നത് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്നാണ് അന്ന് ചുവരെഴുതിയിരുന്നത്. സിമി അങ്ങനെ നിരോധിച്ചു. 2001 സെപ്റ്റംബർ 26 സിമി ആദ്യമായി നിരോധിക്കപ്പെടുന്നത്. 2004 5 വർഷം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ 2029 വരെ നിരോധനം ഉണ്ട്. അതായത് 2029 സിമിയുടെ നിരോധനം കഴിയും. വീണ്ടും നീട്ടി ഇല്ല എങ്കിൽ സിമിയുടെ നിരോധനം അപ്പം കഴിയും. PFIയുടെ നിരോധനം നിലനിൽക്കുന്നത് പോലെ 5 വർഷം കാലത്തേക്കാണ് നിരോധിക്കുന്നത്. അപ്പോൾ 2008 ഒരു ട്രിബ്യൂണൽ വന്നിട്ട് സിമിയുടെ നിരോധനം മാറ്റിയെങ്കിലും സുപ്രീം കോടതി ഇടപെട്ട് അത് റദ്ദാക്കി. അങ്ങനെയാണ് സിമി നിരോധനം തുടരുന്നത്. ഇപ്പോൾ പറഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ മുൻ മന്ത്രിയും CPMൻ്റെ സഹയാത്രികനുമായ KT ജലീൽ പണ്ട് സിമിയുടെ പ്രവർത്തകനായിരുന്നു. ഭാരത സർക്കാർ സിമിയെ ഒരു ഭീകര സംഘടനയായി കണ്ടിട്ടാണ് നിരോധിച്ചിരിക്കുന്നത്. അവരുടെ ലക്ഷ്യം എന്നൊക്കെ പറയുന്നത്, സിമി ഇന്നില്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ ഈ 2020 ശേഷം ജനിച്ച ന്യൂജൻ കിഡുകൾക്ക്, ചെറുപ്പക്കാർക്കൊന്നും സിമിയെക്കുറിച്ച് കാര്യമായി അറിയില്ല. ഇവരുടെ ലക്ഷ്യം ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കലാണ്. ജിഹാദ് വഴി ഇന്ത്യയുടെ മോചനം. ജിഹാദ് എന്ന് പറഞ്ഞാൽ കാഫറുകളെ കൊല്ലുന്ന പരിപാടിയാണ് ജിഹാദ്. സെക്കുലറിസം, ജനാധിപത്യം, ദേശീയത, ഇവയെല്ലാം ഇസ്ലാം വിരുദ്ധമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. സെക്കുലറിസം, ഇവിടെ ചിലർ പറയുന്നില്ലേ, മതേതരത്വം വേണമെന്ന് ലീഗുകാർ പറയും, മതേതരത്വം വേണമെന്ന് SDP-ക്കാരനും പറയും, മതേതരത്വം വേണമെന്ന് ജമാഅത്തെ ഇസ്ലാമിയും പറയും, മതേതരത്വം വേണമെന്ന് പോപ്പുലർ ഫ്രണ്ടും പറയും. പക്ഷേ സിമിയുടെ ഭരണഘടനയിൽ സെക്കുലറിസം എന്ന് പറയുന്ന സാധനമില്ല, മതേതരത്വം ഇല്ല, നമ്മുടെ മതം മാത്രം മതി. എല്ലാവരുടെയും ആശയം അത് തന്നെയാണ്. ഞങ്ങൾക്ക് ഭൂരിപക്ഷം ആവുന്നത് വരെ സെക്കുലറിസം പറയും, അത് കഴിഞ്ഞ് ഞങ്ങൾ ഭൂരിപക്ഷമാവുമ്പോൾ സെക്കുലറിസം ഇല്ല. ജനാധിപത്യം അതും പറ്റത്തില്ല, അതും അംഗീകരിക്കുന്നില്ല. ദേശീയത അതും അംഗീകരിക്കുന്നില്ല. അപ്പം അതുകൊണ്ടാണ് നഗോറി പറഞ്ഞത്, ഭരണഘടന എനിക്കൊന്നുമല്ല, എനിക്ക് പ്രധാനം എൻ്റെ മതഗ്രന്ഥമാണ് എന്ന് പറഞ്ഞത്. നോക്കൂ, ഈ സെക്കുലറിസം, ജനാധിപത്യം, ദേശീയത തുടങ്ങിയ കാര്യങ്ങളെ ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി അംഗീകരിക്കുന്നുണ്ടോ? ഇല്ല. അവരുടെ അടുപ്പ് കൂട്ടി ചർച്ചയിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ മാധ്യമം പത്രത്തിലൊക്കെ ജനാധിപത്യം, മതേതരത്വം, ദേശീയത എന്നൊക്കെ പറയുമെങ്കിലും അവരുടെ മൗദൂദിയൻ ആശയങ്ങളിൽ ഈ പറഞ്ഞ 3 വാക്കുകളുമില്ല. ഇന്ത്യയുടെ സെക്കുലർ സ്വഭാവം നിലനിർത്തണം എന്ന് പറയും. ജമാഅത്തെ ഇസ്ലാമിക്ക് ഇന്ത്യയുടെ അധികാരം കിട്ടിയാൽ സെക്കുലർ സ്വഭാവം ഉണ്ടാകുമോ? മുസ്ലിം ഐക്യത്തെ ശക്തിപ്പെടുത്തുന്നതിലാണ് സിമിയുടെയും ലക്ഷ്യം. ഇതൊക്കെ തന്നെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും ലക്ഷ്യങ്ങൾ. അപ്പോൾ ഏതാണ്ട് ചില സാമ്യങ്ങൾ തോന്നുന്നില്ല, യാദൃശ്ചികമല്ല കേട്ടോ. 1977 ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ടാണ് പ്രിയപ്പെട്ടവരെ സിമി പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷേ 81 അവർ ആ ബന്ധം വിടർത്തി എന്ന് പറയുന്നുണ്ട്. മുഹമ്മദ് അബ്ദുള്ള സിദ്ദിഖി എന്ന് പറയുന്ന UP-കാരനാണ് 1977 സിമി തുടങ്ങിയത്. പിന്നീട്
അവർക്ക് ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുമായിട്ട് ബന്ധമുണ്ടായി. ഇതാണ് ഈ സംഘടനയെക്കുറിച്ച് മൊത്തത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ഷിബിലി അടക്കമുള്ള 38 പേർക്ക്, ഒരുപക്ഷെ രാജ്യത്ത് ഇത്രയേറെ ആളുകൾക്ക് ഒരുമിച്ച് വധശിക്ഷ വിധിക്കുന്നത് ആദ്യമായിരിക്കും. 38 പേർക്ക് ഗുജറാത്തിലെ സ്പെഷ്യൽ കോടതി വധശിക്ഷ വിധിച്ചു. അത് ഗുജറാത്ത് ഹൈക്കോടതി ശരിവെച്ചു. അതിൽ നമ്മുടെ ഷിബിലിയുണ്ട്, ഷാദുലിയുണ്ട്. ഷിബിലിക്കും 4 കുട്ടികളാണുള്ളത്. ബാംഗ്ലൂരിലും മുംബൈയിലൊക്കെ കമ്പ്യൂട്ടർ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഇവരെ ശിക്ഷിക്കുന്ന സമയത്ത്, അതായത് വിചാരണ കോടതി, സ്പെഷ്യൽ കോടതി അല്ലെങ്കിൽ ജില്ലാ കോടതി ഇവർക്ക് വധശിക്ഷ വിധിച്ച 2022 സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു സംഘടന ഫേസ്ബുക്കിൽ ഒരു പ്രതിഷേധക്കുറിപ്പ് ഇറക്കിയിരുന്നു. നിരപരാധികളെ തിരക്കഥയുണ്ടാക്കി കുടുക്കുകയാണ് പോലീസ് എന്നായിരുന്നു അന്ന് സോളിഡാരിറ്റി പറഞ്ഞത്, ജില്ലാ കോടതി. ഇപ്പം അതായത് സോളിഡാരിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ആരുമായിട്ടാണ് ബന്ധമെന്നതും നിങ്ങൾക്കറിയാം. അപ്പോൾ ഇവരെ നിയമ നടപടികൾ പൂർത്തിയാക്കി ജില്ലാ കോടതി, പ്രത്യേക കോടതി വധശിക്ഷ ഉൾപ്പെടെയുള്ള ശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ പ്രതിഷേധിക്കാൻ കേരളത്തിൽ ആളുണ്ടായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി ആ വിധി ശരിവെച്ചപ്പോൾ പ്രതിഷേധമൊന്നുമില്ല, അത് വാർത്ത പോലും ആവരുത്, അത് ചർച്ച പോലും ആവരുത് എന്ന് തീരുമാനിക്കാനും ആളുകളുണ്ടായിരുന്നു. ഈ അബ്ദുൽ കരീം എന്ന് പറയുന്ന ഇവരുടെ പിതാവ് അക്കാലത്ത് മനോരമ, ടൈംസ് ഓഫ് ഇന്ത്യ, ഹിന്ദു തുടങ്ങിയ പത്രങ്ങളിലൊക്കെ അഭിമുഖം കൊടുത്തിരുന്നു. പത്രക്കാർ പോയി കേട്ടതാണ്. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ മക്കൾ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞങ്ങളുടെ മക്കൾ ഈ സംഭവം നടക്കുമ്പോൾ വേറെ ജയിലിലായിരുന്നു. വേറെ ജയിലിൽ കഴിയുന്നവർ എങ്ങനെയാണ് അഹമ്മദാബാദിലെ സ്ഫോടന കേസിൽ പങ്കെടുക്കുന്ന എന്നൊരു ന്യായം അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കോടതി അവരുടെ ടെലഫോൺ രേഖകൾ, മറ്റ് തെളിവുകളൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഗൂഢാലോചന നടത്തിയതിൽ വലിയ നിർണായകമായ പങ്ക് ഇവർക്കുണ്ട് എന്ന് കണ്ടെത്തിയിട്ടാണ് ഇപ്പോൾ ഹൈക്കോടതി, ഗുജറാത്ത് ഹൈക്കോടതി ഈ ശരിവെച്ചിരുന്നത്. ഈ ഷാദുലിയുടെ പേരിൽ നേരത്തെ മുംബൈയിലെ സീരിയൽ ബോംബ് ബ്ലാസ്റ്റ് കേസിൽ പ്രതിയുണ്ടായിരുന്നു. അന്ന് മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹേമന്ത് കാർക്കറെ ഫോറൻസിക് പരിശോധനകൾ നടത്തിയിട്ട് ഷാദുലിയെ വിട്ടയച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇംഗ്ലീഷിൽ സെർച്ച് ചെയ്യുമ്പോൾ അത്തരം വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ഷിബിലിയെക്കുറിച്ച് നേരത്തെ പാനായിക്കുളം കേസിൽ ഷിബിലിയെ പ്രതി ചേർത്തിരുന്നു. എന്നാൽ കേരള ഹൈക്കോടതി ഷിബിലിയെ ഒഴിവാക്കിയിരുന്നു. ഏതായാലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായൊരു നേട്ടമാണ്. ഈരാറ്റുപേട്ടയ്ക്ക് ഇരട്ട കിരീടമാണ്. 2 പേരെ രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരാക്രമണം നടത്തിയ ഭീകരന്മാരാണെന്ന് ജില്ലാ കോടതി, ഇപ്പോൾ ഹൈക്കോടതി കണ്ടെത്തി അവരുടെ വധശിക്ഷ ശരിവച്ചിരിക്കുന്നു. അപ്പോൾ മലയാളി യുവാക്കൾ, ഉന്നത വിദ്യാഭ്യാസമുള്ള, പ്രൊഫഷണൽ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ എങ്ങനെ തീവ്രവാദികളായി മാറുന്നു, കേരളത്തിൽ ഇങ്ങനെയും ഒരു സ്റ്റോറി ഉണ്ട് എന്നത് എന്തുകൊണ്ടാണ് മലയാളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാത്തത്? എന്നെ ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ ഒരു പ്രേക്ഷകൻ ഗോകുൽ മേനോൻ എന്നെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏഷ്യാനെറ്റ് എന്നുള്ള മാധ്യമത്തിലേക്ക് ഫോൺ ചെയ്തിട്ട് ചോദിച്ചു, ദാ ഇങ്ങനൊരു വിധി വന്നിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്താ വാർത്ത കൊടുക്കാത്തത്? ഫോൺ എടുത്ത ആൾ ഒന്നും മിണ്ടാതെ അല്പനേരം കേട്ടിരുന്നിട്ട് ഫോൺ കട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇത് നേരെ തിരിച്ച് ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ആണ് ഇതുപോലത്തെ ഒരു സ്ഫോടനം നടത്തിയ കേസിൽ ശിക്ഷിക്കപ്പെട്ടാൽ, ക്രിസ്ത്യാനികളെ വിട്, ഹിന്ദുക്കൾ ആണെങ്കിൽ ഇവിടെ എത്ര നേരം അന്തിച്ചർച്ച നടക്കും, എത്ര വാർത്തകൾ ചെയ്യും, എത്ര ടൺ ന്യൂസ് പ്രിൻ്റ് ഈ വാർത്ത അച്ചടിക്കാൻ വേണ്ടി ചെലവഴിക്കും? അപ്പം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വല്ലാത്ത ഭയമാണ് ഇത്തരം വാർത്തകൾ. മലയാളി ഭീകരന്മാർ ഉണ്ട് എന്ന് തെളിയിക്കപ്പെടുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഭയമാണ്. ഇത് ഭീകരതയല്ലേ? വധശിക്ഷ കൊടുത്തു. എന്തിനാണ്? അഹമ്മദാബാദിൻ്റെ വിവിധ ഭാഗങ്ങളിൽ 70 മിനിറ്റിനുള്ളിൽ 21 സ്ഥലത്ത് ബോംബ് സ്ഫോടനം നടത്തി നൂറുകണക്കിന് പേരെ കൊല്ലാനായിരുന്നു ലക്ഷ്യം. 56 പേരെ മരിച്ചുള്ളൂ, 200ഓളം പേർക്ക് പരിക്ക് പറ്റി, പലർക്കും കണ്ണും കൈയും കാലും ഒന്നുമില്ല. അത്ര വലിയ ഭീകര പ്രവർത്തനം നടത്തിയതിൽ കേരളത്തിൽ നിന്നുള്ള ആളുകൾ, ആലുവയിലുള്ള, മലപ്പുറത്തുള്ള, ഈരാറ്റുപേട്ടയിലുള്ള ആളുകൾ ഉണ്ട് എന്നത് ചർച്ച ചെയ്യേണ്ടുന്ന ഒന്നല്ല എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഭയമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയേണ്ടി വരും. ഇവരെ ഈ
ബോംബ് സ്ഫോടനത്തിലെ ശിക്ഷിക്കപ്പെട്ട, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ആളുകളെ ഭീകരവാദികളെന്ന് പോലും വിളിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ പഠിക്കുന്നു. കാരണം അങ്ങനെ പറഞ്ഞാൽ കേരളത്തെക്കുറിച്ച് കേരള സ്റ്റോറികൾ ശരിയാണെന്ന് സമ്മതിക്കേണ്ടി വരും. അതുകൊണ്ട് ജന്മം ചെയ്താൽ സമ്മതിക്കില്ല. കാരണം ഇത്തരം വാർത്തകൾ നന്നായി കൊടുത്താൽ സ്വാഭാവികമായും കേരളത്തിൽ ഹിന്ദുത്വ ശക്തികൾക്ക്, ഹിന്ദു രാഷ്ട്രീയത്തിന്, അല്ലെങ്കിൽ പച്ചയ്ക്ക് പറഞ്ഞാൽ BJPക്ക് സ്വാധീനം കൂടും. അതുകൊണ്ട് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നു എന്ന് പറഞ്ഞ ഷാനി പ്രഭാകരനെ ഞാൻ ഓർമ്മിക്കുന്നു. ഏതായാലും ഇങ്ങനെ ചില സംഭവങ്ങൾ ഭരണഘടനയാൽ എനിക്കൊന്നുമല്ല, എനിക്കെൻ്റെ മതഗ്രന്ഥമാണ് എന്ന് തൂക്കുകയർ ഹൈക്കോടതി വിധിക്കുമ്പോഴും പറയുന്ന ഒരാളുടെ മനോഭാവം എന്താണ് എന്നതുകൂടി ആലോചിക്കണം. പ്രിയപ്പെട്ടവരെ, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് വേണം. ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. ഇന്ത്യ ലൈവ് നിങ്ങൾക്ക് വേണ്ടി വർത്തമാനം പറയുന്ന ചാനലാണ്. അത് പരമാവധി ആളുകളെ ഇതിൻ്റെ സബ്സ്ക്രൈബർമാരാക്കണം. പരമാവധി ആളുകൾക്ക് ഞങ്ങളുടെ വാർത്തയുടെ ലിങ്കുകൾ അയച്ചു കൊടുക്കണം. ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതുവരെ ശ്രമിക്കാത്തവർ ഉറപ്പായും അത് ചെയ്യണം.